കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള എഡ്യൂക്കേഷൻ സൊസൈറ്റി ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി കബളിപ്പിച്ചതായി ആരോപിച്ച് സ്കൂളിന് മുന്നിൽ സമരവുമായി കോൺഗ്രസ് കുടുംബം. കോഴിക്കോട് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിനെതിരെ സൊസൈറ്റി അംഗത്തിന്റെ കുടുംബം നടത്തുന്ന സമരം 150 ദിവസം പിന്നിട്ടു. മാനേജ്മെന്റിന്റെ അഴിമതിക്കെതിരെ കേസ് കൊടുത്തതാണ് ജോലി നിഷേധിക്കാൻ കാരണമെന്ന് കുടുംബം പറയുന്നു. 2009 മുതൽ 2018 വരെ വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തിരുന്ന കുനിയിൽ സ്വദേശി നിജുലയ്ക്കാണ് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയത്. സ്കൂൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി അംഗമായ അനിലിന്റെ ഭാര്യയാണ് നിജുല. KPCC സെക്രട്ടറി VM ചന്ദ്രൻ മാനേജറായിരുന്ന 2018 സ്വീപ്പർ പോസ്റ്റിലേക്കെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയത്. ട്രഷററായിരുന്ന ഗോപിനാഥൻ വീട്ടിൽ വന്ന് പണം വാങ്ങുകയായിരുന്നുവെന്ന് അനിൽ പറഞ്ഞു. എന്നാൽ നിജുലയ്ക്ക് നിയമനം ലഭിച്ചില്ല. ചോദ്യം ചെയ്തപ്പോൾ 2019 2 ഒഴിവുകൾ കൂടി വരുന്നുണ്ടെന്നും 20 ലക്ഷം രൂപ തന്നാൽ അതിലേക്ക് പരിഗണിക്കാമെന്നും പറഞ്ഞു. അതിനായി പണം സ്വരൂപിക്കുന്നതിനിടയിൽ 2 പോസ്റ്റിലേക്കും മറ്റാളുകളെ നിയമിച്ചു. അതിനെതിരെ 2019 നിജുല സമരം ആരംഭിച്ചപ്പോൾ വിഷയം പുറത്തായി. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2020 വരുന്ന ഹിന്ദി ടീച്ചറുടെ ഒഴിവിലേക്ക് പരിഗണിക്കാൻ തീരുമാനമായി. അതിനായുള്ള യോഗ്യതാ പരീക്ഷകളൊക്കെ നിജുല പാസ്സായെങ്കിലും ആ ജോലിയും നിഷേധിക്കപ്പെട്ടു. ഒടുവിൽ അഡ്വാൻസ് കൊടുത്ത തുകയെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ നിജുലയുടെ ഭർത്താവ് അനിൽ മാനേജ്മെന്റിന്റെ അഴിമതിക്കെതിരെ നൽകിയ കേസ് പിൻവലിച്ചാൽ മാത്രമേ പണം നൽകൂ എന്നായി നിലപാട്. അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവർ ഞങ്ങളടുത്ത് വരികയും ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ പറഞ്ഞത്, അതായത് ഞങ്ങൾ കൊടുത്ത പൈസയും അതായത് ജോലി പറഞ്ഞ് വഞ്ചിച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ അതിനുള്ളൊരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു വെച്ചാൽ നഷ്ടപരിഹാരമായിട്ട് തീരാൻ പറ്റില്ല, നിങ്ങൾ കൊടുത്ത പൈസയും അതിനുള്ള ബാങ്ക് പലിശ എന്നുള്ള രീതിയിൽ നമുക്ക് തരാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതുവരെ പിന്നീട് അവരാരും എന്ത് ചെയ്തിട്ടില്ല. അത് പറഞ്ഞതിന് ശേഷം പിന്നീട് അവരാരും അരക്കോടിയിലധികം അതിൻ്റെ എല്ലാം വ്യക്തമായ കണക്കുകൾ ഞങ്ങളിട്ടുണ്ട്. അതുപ്രകാരമാണ് ഞങ്ങൾ പറയുന്നത്. അതിൻ്റെ ഡിജിറ്റൽ രേഖകളൊക്കെ ഞങ്ങൾ കയ്യിലുണ്ട്. അത് ഞങ്ങൾ പുറത്തുവിടാൻ താല്പര്യം. അത് മാത്രമല്ല, അത് പുറത്തുവിടാൻ ചിലപ്പോൾ കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ പരിമിതികളുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പുറത്തുവിടാത്തത്. അത് ഒരു കാര്യം മാത്രമാണ് ഞങ്ങളിപ്പം പുറത്തു വിട്ടിട്ടുള്ളത്. എന്നാൽ കേസ് പിൻവലിക്കില്ലെന്നും അഡ്വാൻസായി നൽകിയ തുക പലിശ സഹിതം തിരികെ ലഭിക്കുന്നതുവരെ സമരം ചെയ്യുമെന്നും കുടുംബം പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരായിട്ടും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടായിട്ടില്ലെന്നും നിജുല കുറ്റപ്പെടുത്തി. ജനം, കോഴിക്കോട്.